സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ വിശ്വാസികളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രാഹുകേതു മാറ്റങ്ങൾ ഔട്ട നക്ഷത്ര ജാതകർക്ക് എങ്ങനെ ബാധിക്കുന്നു, 2025 മെയ് 18 വരെ എങ്ങനെ അത് ബാധിക്കുന്നു, എങ്ങനെ അവർക്ക് ഈ ബാധയിലോ അല്ലെങ്കിൽ ദോഷങ്ങളിൽ നിന്ന് പരിഹാരവും ഈ നല്ല കാലങ്ങൾ എങ്ങനെ വരും, അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു ലഘു വിവരണമാണ് തരാൻ പോകുന്നത്. ഔട്ട നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ തൗട്ടിൽ നേടും എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഔട്ട നക്ഷത്ര ജാതകർ പൊതുവെ അധ്വാനികളും ദീർഘവീക്ഷണമുള്ളവരും സാഹിത്യം, സംഗീതം, കല, കവിത എന്നിവയിൽ വളരെ പ്രശസ്തരും പേരുകേട്ട കച്ചവടക്കാരും അതുപോലെ തന്നെ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും സൈനികത്തിൽ ഉദ്യോഗം ഉള്ളവരും കൂടുതലും യൂണിഫോം തൊഴിൽ ചെയ്യുന്നവരും എല്ലാം ആകപ്പെടുന്നു. ഔട്ട നക്ഷത്ര ജാതകർക്ക് 2 കൂറുകളുണ്ട്. ആദ്യത്തെ കൂറ് മകരൻ രാശി, രണ്ടാമത്തേത് കുംഭൻ രാശി. മകരൻ രാശിക്കാർക്ക് 3-ൽ സർപ്പം സഞ്ചരിക്കുന്നു. അത് ഉത്തമ സമയമാണ്. സർപ്പത്തിന്റെ പൂർണ്ണമായ അനുകൂലം ലഭിക്കുകയും മുടങ്ങിയ പല കാര്യങ്ങൾ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും പ്രതീക്ഷിച്ചു നിന്ന സഹോദരങ്ങൾ തന്നെ നമ്മളോട് സ്നേഹത്തോടുകൂടി വന്ന് കാര്യങ്ങൾ ആലോചിക്കുകയും അതിൽ അവരുടെ സഹായഹസ്തങ്ങൾ നീട്ടുകയും ചെയ്യും. അതുപോലെ കൈപ്പാദം, കാല് എന്നിവയ്ക്ക് രോഗമുള്ള വാതപീഡ അല്ലെങ്കിൽ നരമ്പ് സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും ഒരു അനുകൂല സമയമാകുന്നു. അതുപോലെ കുംഭക്കൂറുകാർക്ക് രാഹു 2-ലാണ് നിൽക്കുന്നത്. 2-ാം ഭാവം എന്ന് പറയുമ്പോൾ ധനം, കുടുംബം, വാക്ക്, സാമർത്ഥ്യം, പാത്രങ്ങൾ, പെട്ടി, ചൊല്ലം. പഴയ ഭാഷയിൽ പറഞ്ഞാൽ ചൊല്ലം പല വീടുകളിൽ ഇന്ന് ആളെ അറിഞ്ഞൂടാ. ഒരേ ചൊല്ലം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അതിനെപ്പറ്റിയാണ് 2-ാം ഭാവം. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഈ രാഹുവിൻ്റെ 2-ാമിടത്തെ സ്ഥിതി മൂലം നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ ലഭിക്കാനുള്ള യോഗമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ വഴി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ കെട്ടുവാനും, അലമാര, അതുപോലെ തന്നെ മറ്റ് പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ പഴയത് എല്ലാം ഇവർക്ക് ഇപ്പോൾ ലഭിക്കുവാനുള്ള അവസരമാകുന്നു. തൊഴിൽ സംബന്ധിച്ചിടത്തോളം മകരം, കുംഭൻ രാശിക്കാർക്ക് കഴിഞ്ഞ 1.5 കൊല്ലം തീരെ മോശമായിരുന്നു. ഇപ്പോൾ വേഴന്റെ നല്ല സ്ഥിതി മൂലം ഇവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങളും തൊഴിലഭിവൃദ്ധിയും പ്രതീക്ഷിക്കാതെ പലർക്കും ജോലി കിട്ടും. അത് തൊഴിലെന്ന് പറയുമ്പോൾ അവരുടെ കഴിവിന് അനുസരിച്ച് ഉള്ള തൊഴിലായിരിക്കും. പ്രത്യേകിച്ച് കൈപ്പണി, ഈ മെക്കാനിക്കൽ, ഡ്രൈവിംഗ്, അതുപോലെ തന്നെ കൊത്തുപണികൾ, ഇവയെല്ലാം ഇവർക്ക് അനുകൂലമായി ലഭിക്കുകയും അതിൽ സാമ്പത്തിക നേട്ടങ്ങൾ വരികയും അതിൽ നിന്ന് ധനം ഉണ്ടാകുകയും ചെയ്യും. ഇവർക്ക് കൊത്തുപണികൾ പോലുള്ള നല്ല കർമ്മങ്ങൾ ചെയ്ത് സ്വദേശത്തും വിദേശത്തും വിൽപ്പനയ്ക്ക് കൊടുക്കുവാനുള്ള യോഗവാക്യങ്ങളും ഈ കാലഘട്ടം അനുകൂലമാകുന്നു. പൊതുവെ വ്യാഴനും സുഖസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ഗ്രഹസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ഇവർക്ക് വീട് സംബന്ധിച്ചുള്ള അനുകൂല സമയവും ഇതുവരെ വീട്ടിൽ സന്തോഷമില്ലാതിരുന്ന കാലഘട്ടം മാറി സന്തോഷപ്രദമായ ജീവിതത്തിലേക്ക് കൈമാറുവാനുള്ള സുവർണ അവസരങ്ങളും ഉണ്ടാകപ്പെടുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, സന്താനങ്ങൾക്ക്, അതായത് അവരെ പഠിത്ത പുരോഗമനം, ചിലർക്ക് കുംഭരാശിയിൽ ചിലർക്ക് ശനി അവിടെ നിൽക്കുന്നത് കൊണ്ട് താൽക്കാലികമായി വിദ്യയ്ക്ക് മങ്ങലുകൾ വരാം. അത് നല്ല ഗുരുവിനെ കണ്ട് വിദ്യാരംഭം നടത്തുകയും അതിൽ പ്രോത്സാഹനം ചെയ്തുകൊണ്ടാൽ അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വിദ്യയ്ക്ക് മുടക്കം മാറിക്കിട്ടും. 17, 19, 21 ഈ കാലങ്ങളിൽ ഇവർക്ക് പഠനവും സാങ്കേതിക പഠനവും
ചില സ്ത്രീകൾക്കാണെങ്കിൽ 22, 23 വിവാഹയോഗവും ഉദ്യോഗവും കാണപ്പെടുന്നു. അതിനുശേഷം സന്താനം, ഗ്രഹയോഗം എന്നിവയും. ചിലർക്ക് വിദേശവാസവും ഉണ്ട്. ഒപ്പം പുരുഷനും വിദേശവാസ യോഗം 24:30-ക്കും 25:30-ക്കും അകത്ത് വിവാഹയോഗം പുരുഷന് അനുകൂലമായ അവസ്ഥയിലേക്ക് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ശേഷം സന്താനം, ചിലർ മുടങ്ങിയ പഠനങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരം, പ്രത്യേകിച്ച് സാങ്കേതികവിദ്യയിൽ ജ്ഞാനം, സാങ്കേതികവിദ്യയിൽ ബിരുദം എന്നിവയെല്ലാം എടുക്കുവാനുള്ള സമയമാകുന്നു. രാഹു ഇവർക്ക് ഒരു ശത്രുവായി നിൽക്കുകയില്ല, അനുകൂല ഗ്രഹമായി തന്നെ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ സർപ്പപ്രീതി വരുത്തണം. സർപ്പപ്രീതി വരുത്തിയാൽ കുടുംബസുഖം, സന്താന സൗഖ്യം, ധനധാന്യാദി കീർത്തി, പ്രത്യേകിച്ച് ചില മാറാത്ത രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയെല്ലാം സർപ്പപ്രീതിയാൽ വന്നു ചേരും. പൊതുവെ സർപ്പം ആരെയും ഉപദ്രവിക്കുകയില്ല. അത് സർപ്പൻ 3-ൽ നിൽക്കുന്നതുകൊണ്ട് സഹായ സ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്ന് സഹായം കിട്ടുകയും, ചിലർക്ക് 2-ാം ഇടത്ത് നിൽക്കുന്നതുകൊണ്ട് കുടുംബസ്ഥാനത്ത് നിന്ന് ചില സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യപ്പെടും. ഗ്രഹം നന്നാക്കുവാൻ ഉള്ളവർക്കും പൂർണ്ണ അവസരങ്ങൾ കൈവരിക്കുന്നു. നക്ഷത്രജാതകർ ജനിക്കുന്നത് ചൊവ്വ ദിശയിലാണ്. പൊതുവെ ചൊവ്വ ഇവർക്ക് ശരീരശക്തി, കായിക ബലം, ബുദ്ധിശക്തി എന്നിവയെല്ലാം നൽകുന്ന ഗ്രഹമാകുന്നു. ഏതാണ്ട് 7 കൊല്ലം ചൊവ്വ ദിശ ഉണ്ട്. എങ്കിലും ഇവർക്ക് 2-ാം ഭാവത്തിൽ ജനിച്ചാൽ ഏതാണ്ട് 3.5 കൊല്ലം കിട്ടും. 1-ാം ഭാവത്തിൽ ജനിച്ചാൽ 4-5 വർഷം കിട്ടും. ഇങ്ങനെ ഇവർ ചൊവ്വ ദിശയിൽ അഭിഷ്ടസിദ്ധികൾ ലഭിക്കും. കുടുംബത്തിന്, പിതാവിന്, മാതാവിന് 1-ാം ഭാവത്തിൽ ജനിച്ചാൽ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാക്കും. അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ മാതാവിന് തൊഴിലും ഈ കാലഘട്ടത്തിൽ ലഭിക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് രാഹുർ ദശ 18 കൊല്ലം. ഏതാണ്ട് 22 വയസ്സ് വരെ രാഹുർ ദശ നമുക്ക് ചിന്തിക്കാം. ഈ ദശാകാലത്ത് അവർക്ക് പഠനവും സാങ്കേതിക വിദ്യകളും അതിൽ ജയവും ഉണ്ടാവും. അപ്പോൾ 22-23 ശേഷം വ്യാഴദശ തുടങ്ങുന്നു, 16 കൊല്ലം. അപ്പോൾ വ്യാഴദശ ഇവർക്ക് പൊതുവെ ഉത്തമമായിരിക്കും. 23, 22.5 ശേഷം സ്ത്രീകൾക്കാണെങ്കിൽ ഉദ്യോഗവും വിവാഹാദി കർമ്മങ്ങളും പുതിയ പഠനങ്ങളും നടത്താം. പുരുഷനാണെങ്കിൽ 25, 27 കാലങ്ങളിൽ തൊഴിലും അതുപോലെയുള്ള അവരവരുടെ കഴിവനുസരിച്ചുള്ള ഉദ്യോഗവും, ചിലർ സ്ത്രീ പുരുഷമെന്ന് ഭേദമന്യേ വെളിയിൽ പോകുവാനും പിന്നീട് അവർ ധനസമ്പാദനത്തിനും പിതൃമാതൃ സന്തോഷവും സ്നേഹവും ഒക്കെ ലഭിക്കാനുള്ള യോഗവുമുണ്ട്. ഇവർക്ക് വിഷ്ണുവിൻ്റെ പ്രീതി അത്യാവശ്യമാകുന്നു. അത് കഴിഞ്ഞാൽ വരുന്നത് ശനിദശ. പൊതുവെ ശനിദശയുടെ തുടക്കത്തിൽ 19 കൊല്ലം. ഈ ശനിദശയുടെ തുടക്കത്തിൽ അവിടുത്തെ നക്ഷത്രജാതകർക്ക് സ്വല്പ ദോഷങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ദശയുടെ മധ്യത്തോടുകൂടി വളരെ ഭാഗ്യ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കും. ഗ്രഹയോഗം, വാഹനയോഗം, സന്താനങ്ങൾക്ക് പഠനവൃത്തി, പഠനാഭിവൃദ്ധി എന്നീ മംഗളകർമ്മങ്ങളെല്ലാം ഉണ്ടാകും. അത് കഴിഞ്ഞ് വരുന്നത് ബുധദശ 17 കൊല്ലം. ബുധദശയിൽ ഇവർക്ക് പ്രൊമോഷൻ, അറിയിക്കുന്ന കവിഞ്ഞുള്ള പല നേട്ടങ്ങളും, സ്വദേശത്തും താമസിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും സന്താനങ്ങൾക്കും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇവർക്ക് ഹനുമാൻ പ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ കേതു 7 കൊല്ലം. പൊതുവെ ഉത്തമ ഫലങ്ങൾ ആദ്യം കൊടുക്കും, പിന്നീട് സ്വല്പ രോഗദുരിതങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം. ഇങ്ങനെ ഇവർക്ക് ശുക്രദശ നന്നായിരിക്കും. ശുക്രദശയുടെ പൂർണ്ണമായി കിട്ടിയില്ലെങ്കിൽ പാതിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 80-85 വയസ്സ് വരെ പൂർണ്ണമായ ആയുരാരോഗ്യ പുഷ്ടി കിട്ടും. ഇവർ പൊതുവെ സൗന്ദര്യാരാധകരാണെന്ന് ആയിരിക്കും. ദൃഢമായ ശരീരം, ബലം, ബുദ്ധി, ശക്തിയൊക്കെ ഉള്ളത് കൊണ്ടും
ഇവർക്ക് ജനിക്കുന്നത് ചൊവ്വ ദശയിലായതുകൊണ്ട് മുരുകനും ദേവിക്കും പ്രീതി കൊടുക്കണം. അത് കഴിഞ്ഞ് വരുന്ന രാഹുൽ ദശ ആയതുകൊണ്ട് സർപ്പരാജാവിനെ പൂജിച്ച് കൊള്ളണം. അടുത്ത് വരുന്ന വേഴദശ ആയതുകൊണ്ട് വിഷ്ണുപ്രീതി. അത് കഴിഞ്ഞ് വരുന്ന ശനിദശ ആയതുകൊണ്ട് സാസാവിനും ഹനുമാനും യഥാവിധി പൂജകൾ നൽകണം. അത് കഴിഞ്ഞ് വരുന്ന ബുധദശ വിഷ്ണുപ്രീതി, കൃഷ്ണപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അത് കഴിഞ്ഞ് വരുന്ന കേതു ഗണപതിക്ക് പ്രീതി വരുത്തുക. അത് കഴിഞ്ഞ് വരുന്ന ശുക്രദശ 20 കൊല്ലം. ഈ ശുക്രദശയിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകും. പ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കും ഇപ്പോൾ ഈ രാഹുവിൻ്റെ മാറ്റം പൊതുവെ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാക്കുന്നു. പൊതുവെ വേഴൻ്റെ സ്ഥിതിയും കൂടെ ഉള്ളതുകൊണ്ട് ഇവർക്ക് കാലം അനുകൂലമായി വരുന്നു. എല്ലാ നല്ല മംഗളകർമ്മങ്ങളും ഇവർക്ക് നടക്കട്ടെ എന്ന് മലയങ്കിരി പുരുഷോത്തമൻ